രക്ഷയില്ലാതെ നിൽക്കുന്ന കർഷകരെ കൈത്താങ്ങായി നിന്നുകൊണ്ട് ചേർത്ത് പിടിച്ചത് ദീപികയാണ്. അക്കാര്യത്തിൽ മാധ്യമ ലോകത്ത് ഒന്നാം സ്ഥാനം ദീപികയാണ്. കാരണം ദീപിക എല്ലാ സന്ദർഭങ്ങളിലും അത് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ശക്തമായി പ്രതികരിക്കാൻ, എഡിറ്റോറിയലിലൂടെ ആയാലും പരമ്പരകളിലൂടെ ആയാലും ശക്തമായി പ്രതികരിക്കാൻ ദീപിക എടുത്തിട്ടുള്ള നിലപാട് ഭരണകൂടങ്ങളുടെ കണ്ണു തുറപ്പിച്ചിട്ടുള്ളതാണ്. മറ്റു മാധ്യമങ്ങൾ കൂടി ആ കാര്യത്തിൽ മാതൃകയാവുന്ന വിധത്തിൽ ദീപിക ഒരു വലിയ കർഷക സ്നേഹത്തിൻ്റെ കർമ്മം ഉയർത്തിപ്പിച്ചുകൊണ്ടാണ് എന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആരൊക്കെ കൈവിട്ടാൽ, ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും കൈവിട്ടാൽ ദീപിക കർഷകരെ കൈവിടില്ല എന്ന കാര്യത്തിൽ പറയുന്ന സാഹചര്യം. അപ്പോൾ അത് ദീപികയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് സംശയം. പിന്നെ ദീപികയിലൂടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സഭ്യമായൊരു പത്രങ്ങളാണ്. ഇവിടെ എന്തും എഴുതാനും എന്തും പറയാനും വരുന്നൊരു കാലഘട്ടത്തിൽ ഈ തീർച്ചയായിട്ടും എൻ്റെ ഒരു ധാർമ്മിക നിലവാരം നിലനിർത്തിക്കൊണ്ട് പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും പത്രം ഒരു കച്ചവടമാക്കി മാറ്റാൻ ദീപിക ഉന്നത നിലവാരം പുലർത്തി പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ദീപികയുടെ ക്രെഡിബിലിറ്റി എടുത്തു കാണിക്കുന്ന കാര്യം. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ദീപികയുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു വാക്ക് അനുയോജ്യമായിരിക്കുന്ന ഇതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ ദീപിക എന്ന് നിലകൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്നെ സമയം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ പ്രസ്താവന വന്നിട്ടുള്ള പത്രം ദീപികയാണ്. ഞങ്ങൾ ഈ ദീപിക ഓഫീസ് ഫോട്ടോയും ഏറ്റവും കൂടുതൽ ഫോട്ടോയും വാർത്തയും ASCയുടെ ഞാൻ ബഷീർ കോളേജിൻ്റെ ചെയർമാനായ കാലം മുതൽ ദീപികയുടെ ഓഫീസ് ഞാൻ അറിയുന്നത്. എല്ലാ ഓഫീസും കയറുന്നാൽ ഏറ്റവും കൂടുതൽ നടന്ന് കയറിയിട്ടുള്ള ഓഫീസ് ദീപികയുടെ ഓഫീസാണ്. ഞങ്ങൾ അത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പാർട്ടി ഓഫീസിൽ നടത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നടന്നു പോവുക, നടന്നു വന്ന് ഞാനും മാനൂർ മോഹൻകുമാറും ഞങ്ങൾ ഒന്നിച്ച് ഈ പത്രാഫീസിൽ ഏറ്റവും കൂടുതൽ കയറിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അന്ന് പ്രസ്താവന നമ്മൾ കൈക്ക് എഴുതുകയാണ്. നമ്മൾ വന്നിരുന്നിട്ട് ഒരു മണിക്കൂർ പണി ഇന്ന് പ്രതികരിക്കേണ്ട വിഷയം എന്താണ് എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ജില്ലാ സെക്രട്ടറിമാരായിരിക്കുമ്പോൾ ഞങ്ങൾ സംയുക്ത പ്രസ്താവനയായിട്ടും ഒറ്റകളുടെ പ്രസ്താവനയായിട്ടും സ്റ്റേറ്റ് പരമായതായിട്ടും അങ്ങനെ കൊടുക്കുക. അപ്പം കൈകൊണ്ട് എഴുതി ഇന്നത്തെ എല്ലാ ദിവസവും വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല.